നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ കർഷകർ കാത്തിരിക്കുന്നു. രാജ്യാന്തര റബ്ബർ വില നേട്ടത്തിൽ വ്യാപാരം നടന്നത് മുൻനിര റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളിലെ കർഷകരിൽ പ്രതീക്ഷ സമ്മാനിച്ചു. ബാങ്കോക്കിൽ റബ്ബർ വില ഉയർന്നു. ജപ്പാൻ, ചൈനീസ്, സിംഗപ്പൂർ മാർക്കറ്റുകളും മികവിലാണ്. ചൈനീസ് ടയർ കയറ്റുമതിയിൽ ഉണർവ് അനുഭവപ്പെട്ട വിവരം അവധി വ്യാപാരത്തിൽ നിക്ഷേപകരെ ആകർഷിച്ചു. തായ്ലൻഡിലെ മഴ പൂർണ്ണമായി വിട്ടുമാറാത്തതും റബ്ബറിന് ഡിമാൻഡ് ഉയർത്തി. അതേസമയം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഇടിവ് തുടരുന്നു. വാരാന്ത്യത്തിൽ നടക്കുന്ന ഒപെക് പ്ലസ് യോഗം എണ്ണ ഉൽപ്പാദനം സംബന്ധിച്ച് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ അടുത്ത വാരം സിന്തറ്റിക് സ്വാഭാവിക റബ്ബർ വിലകളിൽ പ്രതിഫലിക്കും. കേരളം ഓണലഹരിയിലേക്ക് ശ്രദ്ധ തിരിച്ചതിനാൽ കാർഷിക മേഖലകളിൽ നിന്നും റബ്ബറിന് വിൽപ്പനക്കാർ കുറവായിരുന്നു. RSS 4 ഗ്രേഡ് 193 രൂപയിൽ വിപണനം നടന്നു. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ നിലനിന്നതിനാൽ റെയിൻ ഗാർഡ് ഇട്ട തോട്ടങ്ങളിൽ പോലും റബ്ബർ ഉൽപ്പാദനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല. ജൂലൈ അപേക്ഷിച്ച് ഓഗസ്റ്റിൽ ഉൽപ്പാദനം ഉയർത്താൻ കഴിയുമെന്ന നിഗമനത്തിലായിരുന്നെങ്കിലും കാലവർഷം ശക്തമായത് അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയാൽ ഓണം കഴിഞ്ഞ സാഹചര്യത്തിൽ കാലാവസ്ഥയിൽ മാറ്റം പ്രതീക്ഷിക്കാം. റബ്ബറിൻ്റെ ഉൽപ്പാദനം കുറവാണ്. ടാപ്പിംഗ് ഭാഗികമാണെങ്കിലും വിൽപ്പനയ്ക്ക് റബ്ബർ വരവ് കുറവായിരുന്നു. ഓണമായിട്ടും പ്രതീക്ഷിച്ച വില കിട്ടിയില്ലെന്നാണ് കർഷകർ പറയുന്നത്. ബ്രോക്കർമാരും ഏജന്റുമാരും വില നിശ്ചയിക്കുന്നത് വാങ്ങുന്നവരിൽ നിന്നാണ്. ഇവരുടെ ഈ നീക്കമാണ് റബ്ബർ വില 200 രൂപ കടക്കാതെ നിലനിർത്തുന്നതെന്നാണ് കർഷകരുടെ പരാതി. രാജ്യാന്തര വിപണിയിൽ തയ്യാർ നിരക്കിൽ RSS 4 ബാങ്കോക്ക് കിലോ 5 രൂപ കൂടിയതുകൊണ്ടാണ് ഇവിടെ ടയർ കമ്പനികൾ 1 രൂപ വില ഉയർത്തിയത്. വില ഉയരേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെങ്കിലും കമ്പനികൾക്ക് വിതരണം ചെയ്യുന്നവരും വില ഉയർത്തുന്നില്ലെന്നാണ് കർഷകരുടെയും വ്യാപാരികളുടെയും പരാതി. ടാപ്പിംഗ് സാധാരണ നിലയിൽ എത്താതിരിക്കെ വരും ദിവസങ്ങളിൽ റബ്ബർ വില കൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കർഷകർ. അവധി വ്യാപാരത്തിൽ ചൈന RSS 4 കിലോ 2 രൂപ ഉയർത്തി കിലോ 181 രൂപയിലാണ് വ്യാപാരം നടത്തിയത്. ടോക്കിയോ 1 രൂപ വില ഉയർത്തി കിലോ 191 രൂപ. തയ്യാർ നിരക്കിൽ ബാങ്കോക്ക് 185 നിന്ന് 190 രൂപയായി വില ഉയർത്തി. ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ